എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പർ വളരെ ലളിതമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ തയ്യാറാക്കിയ PDF ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ PDF നിങ്ങളുടെ പഠനത്തെ വളരെ രസകരവും നല്ല രീതിയിൽ എളുപ്പമുള്ളതുമാക്കും. അത്രയും ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മുടെ PDF തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, വിജയിക്കുക. ഹായ്, നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗമാണ്. ആദ്യമായിട്ട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നഴ്സറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. 3-6 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അനൗപചാരിക വിദ്യാഭ്യാസമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. കുട്ടി പ്രൈമറി ക്ലാസ്സുകളിൽ ചേരുന്നതിന് മുമ്പ് ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന വിദ്യാഭ്യാസം. യൂണിസെഫും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും പ്രചരിപ്പിക്കുന്ന ആധുനിക പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി ഈ പ്രായത്തിലുള്ളവരുടെ വിദ്യാഭ്യാസത്തെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECCE എന്ന് വിളിക്കുന്നു. ചെറിയ കുട്ടികൾ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന ആ രീതിയിലുള്ള ചെറിയ കുട്ടികളുടെ സ്കൂളിൽ ചേരുന്നതിന് മുമ്പുള്ള വളരെ രസകരമായ ഒരു പഠന കാലഘട്ടത്തെയാണ് പ്രീ പ്രൈമറി എന്ന പേരിലൂടെ അറിയപ്പെടുന്നത്. ഈ പ്രായത്തിലുള്ള വിദ്യാഭ്യാസത്തെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ വളരെ ചെറുപ്പത്തിൽ ആയതുകൊണ്ട് തന്നെ അത് വളരെ കുട്ടിയുടെ ചെറുപ്പകാലമായതുകൊണ്ട് തന്നെ ഏർലി ചൈൽഡ്ഹുഡ്, അപ്പോൾ അവിടെ ആ ഏർലി ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ആദ്യ കാലഘട്ടം, അതിനാൽ തന്നെ ചൈൽഡ്ഹുഡിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ആദ്യ കാലമായതുകൊണ്ട് തന്നെ അവിടെ അവരെ ഒരുപാട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്കുള്ള കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് ഈ ഒരു വിദ്യാഭ്യാസം അറിയപ്പെടുന്നത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ജർമ്മൻ തത്വചിന്തകനായ ഫ്രോബലിൻ്റേതാണ്. അദ്ദേഹം കിൻഡർ ഗാർഡൻ സ്ഥാപിക്കുകയും പാട്ടുകളിലൂടെയും സമ്മാനങ്ങളിലൂടെയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രസ്ഥാനം അതിനൊരു തുടക്കം കുറിച്ചത് ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള ഫ്രോബലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അദ്ദേഹം എന്ത് ചെയ്തു? കിൻഡർ ഗാർഡൻ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കിൻഡർ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥാപനം സ്ഥാപിച്ചു. അതേപോലെ പാട്ടുകൾ, സമ്മാനങ്ങൾ ഇവയിലൂടെയൊക്കെയാണ് അദ്ദേഹം ചെറിയ കുട്ടികൾക്കുള്ള പഠനം നടത്തുന്നതിൽ മുതിർന്നത്. അപ്പോൾ ഈ രീതിയിൽ പാട്ടുകളും സമ്മാനങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെയാണ് അവരിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കം, ആ ഒരു തുടക്ക കാലഘട്ടം ഈ രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇറ്റാലിയൻ വിദ്യാഭ്യാസ വിദഗ്ധനായ മോണ്ടിസോറി കുട്ടികളുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി ഡിഡാക്റ്റിക് ഉപകരണം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സ്വയം പഠന സഹായികൾ വികസിപ്പിച്ചു. അപ്പോൾ ഇറ്റാലിയൻ വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള മോണ്ടിസോറി എന്താണ് ചെയ്തത്? കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് വളർത്താൻ, അവർക്കൊന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെയൊക്കെ ഒന്ന് പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഡിഡാക്റ്റിക് ഉപകരണം എന്ന പേര് കൊടുത്തിട്ട് സ്വയം പഠിക്കാൻ സഹായിക്കുന്ന ആ രീതിയിലുള്ള സഹായികൾ, കുട്ടികളുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് നന്നാക്കിയെടുക്കാൻ, കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ, കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് വരുന്നതിന് വേണ്ടി തന്നെ അതിനൊക്കെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ആ രീതിയിലുള്ള പഠന ഉപകരണങ്ങൾ വികസിപ്പിച്ചു. ഇംഗ്ലണ്ടിലാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ പ്രസ്ഥാനം അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയത് അവിടെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ പ്രസ്ഥാനം അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിയത്. ഔപചാരികമായി ആദ്യത്തെ നഴ്സറി സ്കൂൾ ആരംഭിച്ചതിൻ്റെ ബഹുമതി മാർഗരറ്റ് മക്മില്ലൻ, റേച്ചൽ മക്മില്ലൻ എന്നീ 2 സഹോദരിമാർക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ
പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടികൾ 3-6 വയസ്സ് പ്രായമുള്ള സമയത്ത് സ്കൂൾ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തുന്ന പഠനത്തെയാണ് ഈ രീതിയിലുള്ള പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നഴ്സറി സ്കൂൾ ആരംഭിച്ചതിൻ്റെ ഒരു ബഹുമതി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാർഗരറ്റ് മക്മില്ലൻ, റേച്ചൽ മക്മില്ലൻ എന്നീ 2 സഹോദരിമാർക്കാണ്. നമുക്കതിൻ്റെ ആ ഒരു ആദ്യത്തെ നഴ്സറി എന്നുള്ള ഒരാശയം കൊണ്ടുവന്ന ഇവർക്കാണ് അതിൻ്റെ ആ ഒരു ബഹുമതി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവരാണ് അത് ഔപചാരികമായിട്ട് ആദ്യത്തെ ഒരു നഴ്സറി സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ്, നഴ്സറികളിലും ഒക്കെ ആയിട്ട് നടത്തുന്ന വിദ്യാഭ്യാസത്തെയാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇതേപോലെ പ്രീ പ്രൈമറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പഠനം, ആ രീതിയിലുള്ള ഒരു പഠനം നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ പഠനങ്ങൾ ആ രീതിയിൽ തന്നെ ആ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ തന്നെ, കുറച്ച് വലുതായിട്ടൊക്കെ പഠിപ്പിച്ചാൽ പോരെ, ഇത് നേരത്തെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നടക്കുന്നത്? ഒന്നാമതായിട്ട് നമുക്കതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. സൈക്കോളജിക്കൽ റീസൺസ്. മനഃശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതേപോലെ വിദ്യാഭ്യാസം തുടങ്ങി വെക്കുന്നതിൻ്റെ കാരണം എന്താണ്? കുട്ടിയുടെ ആദ്യത്തെ 5 വർഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന വർഷങ്ങളാണ്. കുട്ടിയുടെ ഭാവി രൂപപ്പെടുന്നത് ഈ വർഷങ്ങളിലാണ്. സബ് കോൺഷ്യസ് മൈൻഡ്, നമുക്ക് 2 മനസ്സാണുള്ളത്. മനസ്സിനെ 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്, കോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്ന്. അപ്പോൾ ഉപബോധ മനസ്സ് എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറയുക. അപ്പോൾ ഈ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെയൊക്കെയുള്ള സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും തുടക്കത്തിൻ്റെ ആ ഒരു സമയമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് ആദ്യത്തെ 5 വർഷങ്ങൾ. ഈ 5 വർഷം നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത്, എന്തൊക്കെയാണോ കാണുന്നത്, എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതായിരിക്കും നമ്മുടെ ആ ഒരു വ്യക്തിത്വവും നമ്മുടെ ആ ഒരു സ്വഭാവവും ഒക്കെ ആയിട്ട് പിന്നെയുള്ള ലൈഫിൽ മുഴുവൻ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടക്കകാലത്തുള്ള ഒരു പഠനം, ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയുടെ വ്യക്തിത്വം, കുട്ടിയുടെ സ്വഭാവം, കുട്ടിയുടെ ചിന്തകളും കുട്ടിയുടെ ശീലങ്ങളും ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ, ചൊട്ടയിലെ ശീലം ചുവട്ടിൽ വരുന്നൊക്കെ പറയുമല്ലോ, തുടക്കകാലത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പിന്നെ കുട്ടി മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രീ പ്രൈമറി എന്നൊന്നും പറയേണ്ട, അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കരുത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. നമ്മൾ LKG ഒക്കെ പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അവിടെയാണ് കുട്ടിയുടെ യഥാർത്ഥ വ്യക്തിത്വം, അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെയാണ് കുട്ടി ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരടിത്തറ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ പറഞ്ഞു, കാരണം പറഞ്ഞു. ഇനി അടുത്തൊരു കാരണമായി അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്. ഇത് പുതിയ താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പര്യവേഷണം ചെയ്യാനും അന്വേഷിക്കാനും പരീക്ഷണം നടത്താനുള്ള അവസരങ്ങൾ നൽകുന്നു. അതായത് കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താനും അതിനെ വികസിപ്പിക്കാനും അതിനെ കൂടുതൽ വളർത്തിയെടുക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ രീതിയിലുള്ള പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം വികസിപ്പിക്കൽ, അവരുടെ താല്പര്യങ്ങളെയും അവരുടെ അഭിരുചികളെയും ഒക്കെ വികസിപ്പിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് ആ ഒരു താല്പര്യങ്ങളും അഭിരുചികളും കൂടുതൽ വളർത്തുകയും ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നു, അത് കുട്ടി പഠിക്കുന്നു, അങ്ങനെ ആ ഒരു രീതി അതിവിടെ വളരെ ഫലപ്രദമായിട്ട് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് രണ്ടാമത്തെ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ രണ്ടാമത്തെ ഒരു ആവശ്യകതയായിട്ട് പറയാൻ പറ്റുന്നത്. മൂന്നാമതായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് വർക്കിംഗ് മദേഴ്സ്
ജോലി ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അനുയോജ്യമായ അന്തരീക്ഷം അവർക്ക് നൽകുന്നതിന് വേണ്ടി ഈ രീതിയിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നൊരു അവസ്ഥ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ വഴി നൽകാൻ കഴിയും. അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട്, അതായത് വീട്ടിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കുട്ടികളെ തനിച്ച് വീട്ടിലാക്കി പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് അങ്ങനെ ആരും നോക്കാനില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി അവൻ ഒറ്റയ്ക്ക് വീട്ടിലാകുമ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി കുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തി പോകുന്ന ഒരവസ്ഥയെ ഒരു പരിധി വരെയൊക്കെ ലഘൂകരിക്കാൻ ഈ ചെറിയ കാലഘട്ടത്തിലെ നമ്മളെ നഴ്സറിയൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന ആ ചെറിയ കാലഘട്ടത്തിലെ ആ വിദ്യാഭ്യാസത്തിന് പറ്റുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ജോലി കഴിയുന്നു. അപ്പോൾ അവരുടെ ക്ലാസ്സും കഴിയുന്നു. ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് ഒരുമിച്ച് വരുന്നു. അപ്പോൾ കുട്ടി ഒറ്റയ്ക്കാവുന്നില്ല. കുട്ടിയെ നോക്കാൻ സ്കൂളിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രീ പ്രൈമറി ആ കാലഘട്ടത്തിലുള്ള പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ആക്കുകയും അവർ അത്രയും നേരം ശ്രദ്ധിക്കുകയും ചെയ്യും. കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കെയർ അവർ കൊടുക്കുകയും ചെയ്യും. ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ജോലി ചെയ്യുന്ന മാതാപിതാക്കളെ, അമ്മമാരെ, അച്ഛന്മാരെ ഒക്കെ സഹായിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഇവരെ നോക്കിയിരിക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലി ചെയ്യുമ്പോൾ കുട്ടികളെ ഒരു സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുത്താൻ വേണ്ടി അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അടുത്തതായി 4ാമത്തെ കാരണമാണ് റിലീഫ് ടു ദ പാരൻസ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പോയിൻ്റ് തന്നെയാണ്. മാതാപിതാക്കൾക്ക് അവരുടെ വീട്ടിൽ തിരക്കിലായതിനാൽ അവരുടെ കടമകളൊന്നും വേണ്ട വിധത്തിൽ നിറവേറ്റാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആ സമയത്ത് കുട്ടികൾ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് മാതാപിതാക്കൾക്കും ഗുണകരമാണ്, കുട്ടിക്കും ഗുണകരമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മാതാപിതാക്കളുടെ കാര്യങ്ങൾ ചെയ്യാനും നോക്കാനും ഒക്കെ പറ്റും. കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി നമ്മുടെ സമയം കളയുന്ന ഒരവസ്ഥ ഉണ്ടാവാത്ത രീതിയിൽ കുട്ടികളെ അത്രയും സമയം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സമയം കുട്ടികളെ സുരക്ഷിതമായി തന്നെ നോക്കാനുള്ളൊരവസ്ഥ ഈ രീതിയിൽ കിട്ടുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റ്, എ കളക്റ്റീവ് ടു അഡ്വൈസ് ഹോം കണ്ടീഷൻസ്. എല്ലാവരുടെ വീടും അത്രയും നല്ല സാഹചര്യമൊന്നും ആയിരിക്കില്ല. പ്രതികൂലമായിട്ടുള്ള വീട്ടിലെ കുട്ടികളുണ്ടാവും, അവരുടെ കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ശരിക്കുമുള്ള വികസനം ലഭിക്കില്ല. അവരുടെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. അത്തരം സാഹചര്യങ്ങൾ പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ. എല്ലാ വീടുകളും ഒരുപോലെ ആയിരിക്കില്ല. ചില വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുട്ടിക്ക് ശരിക്കും ഒരു വികസനവും വളർച്ചയും അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ പകൽ സമയത്തിൻ്റെ ഒരു വലിയ ശതമാനം മുഴുവൻ ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ ഒരു നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് അവർ വികസിക്കാൻ കുറച്ച് സമയം അവന് മറ്റുള്ളവരുമായി സംസാരിക്കാനും അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു പുതിയ ലോകത്തെ അല്ലെങ്കിൽ ഒരു പുതിയ സാഹചര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ആ രീതിയിൽ കൂടി നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാകുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തന്നെ വളരെ അത്ര നല്ലതല്ലാത്ത കുടുംബാന്തരീക്ഷത്തിലുള്ള കുട്ടികൾക്ക് ഒരു റിലീഫും ഒരാശ്വാസവും ഒക്കെ ലഭിക്കുന്നതിന് ഈ രീതിയിലുള്ള പഠനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്നത് വളരെ വലിയൊരു പോയിൻ്റാണ്. അടുത്തതായിട്ട് 6ാമത്തെ പോയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഫോർ പ്രൈമറി സ്കൂൾ. അതായത് നമ്മൾ പറഞ്ഞു ഇത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, അതായത് 1ാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പഠനം നടത്തുന്നതിനെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം തന്നെ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലെ ആ ഒരു പഠനം തുടങ്ങുകയാണല്ലോ. നഴ്സറി ഒന്നുമല്ല, കുറച്ചുകൂടി ഒരു ആധികാരികമായിട്ട് കുറച്ചുകൂടി ഔപചാരികമായിട്ട്
പഠനം തുടങ്ങിയാണല്ലോ 1-ാം ക്ലാസ് മുതൽ. അപ്പോൾ ഈ 1-ാം ക്ലാസ്സിലേക്ക് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഈ ചെറിയ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ കാലഘട്ടത്തിലെ ചെറിയ രീതിയിൽ കുട്ടികളാകുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ആ ഒരു പഠനം കൊണ്ട് അവർക്ക് മാറ്റിയെടുക്കാൻ, ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാണ് നമ്മുടെ ഈ പ്രീ പ്രൈമറിയുടെ. അതുകൊണ്ടും കൂടി കുട്ടികളെ പ്രീ പ്രൈമറിയിൽ വിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രധാന തരം പ്രീ പ്രൈമറി സ്കൂളുകൾ കിൻഡർ ഗാർഡൻ സ്കൂളുകൾ, മോണ്ടിസോറി സ്കൂളുകൾ, നഴ്സറി സ്കൂളുകൾ, പ്രീ ബേസിക് സ്കൂളുകൾ, ഡേ കെയർ സെൻ്ററുകൾ, ക്രച്ചുകൾ, ബാലവാടികൾ തുടങ്ങിയവയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീ പ്രൈമറി സ്കൂളുകൾ എന്തൊക്കെയാണ്. കിൻഡർ ഗാർഡൻ പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകൾ, അതേപോലെ നഴ്സറികൾ, അങ്ങനെ ഡേ കെയർ, പകൽ കുട്ടികളെ നോക്കുന്ന ഡേ കെയറുകൾ, ഇതേപോലെ അംഗനവാടികളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതേപോലെ ആ ചെറിയ കാലത്ത് കുട്ടികളെ ഒന്ന് പരിചരിക്കുകയും നോക്കുകയും അവർക്കുള്ള തുടക്കത്തിലെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ കൊടുക്കുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള സ്കൂളുകളെയാണ് പ്രീ പ്രൈമറി സ്കൂളുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്കൂളുകളിൽ ഭൂരിഭാഗവും നഗരപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാലും ഗ്രാൻറ്റുകൾ വഴി അവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് സ്വകാര്യ മേഖലയാണ്. ഇവിടെ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സറി സ്കൂള് ഇപ്പോഴും സ്വകാര്യ മേഖലയാണ്. അത് പ്രൈവറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു നഴ്സറി സ്കൂൾ കണ്ടു. അപ്പോൾ അവിടെയുള്ള ടീച്ചർമാരൊക്കെ എന്നോട് പറഞ്ഞു, ഈ നഴ്സറി സ്കൂൾ LKG UKG ആ ഒരു കാലഘട്ടത്തിലെ സ്കൂളുകൾക്ക് പ്രൈവറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോഴും സർക്കാരിൻ്റെ ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ല അവർക്ക് സാലറി കൊടുക്കുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് കുറച്ചുകൂടി മാറേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ ചിലതിന് മതിയായ കെട്ടിടങ്ങളോ ശരിയായ പരിശീലനം ലഭിച്ച അധ്യാപകരോ ഇല്ല. ഇവിടെ ശരിയായിട്ടുള്ള രീതിയിൽ അത്രയും നല്ലൊരു രീതിയിലുള്ള കെയർ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഈ നഴ്സറികൾക്കൊക്കെ അത്ര ഒരു മികച്ച രീതിയിൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇനിയും വളരേണ്ടതുണ്ട് എന്നുള്ളതാണ്, കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം NPE ആദ്യകാല ബാല്യകാല പരിചരണ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ECCയുടെ തത്വചിന്തയും മനഃശാസ്ത്രവും അംഗീകരിക്കേണ്ടതിൻ്റെയും രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഈ സേവനങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതിൻ്റെയും ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. എന്നാലും ഈ ലക്ഷ്യത്തിലേക്ക് ഈ എല്ലാ രീതിയിലും ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഒരു വലിയ പുരോഗതി ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇനിയും ഈ മേഖല, ഈ നഴ്സറി കാലഘട്ടത്തിൻ്റെ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ഒന്ന് വളരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സൗകര്യങ്ങളിലും അതിലെ ആ ഒരു അധ്യാപകരെ അവിടെ കൊടുക്കുന്നതിലും, അതേപോലെ ഇത് സ്വകാര്യ മേഖലയാണ്. അപ്പോൾ അതിന് കൂടുതൽ ഒരു ശ്രദ്ധ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വരും കാലഘട്ടത്തിൽ അത് ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പ്രോബ്ലംസ് ഓഫ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. എന്താണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ നേരിടുന്ന പ്രശ്നങ്ങൾ? ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ പ്രൈമറി സ്കൂളുമായി സംയോജിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 3 വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും അടിസ്ഥാനഘട്ടമായി സംയോജിപ്പിക്കുന്നു. താഴെ പറയുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ്രീ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തെ പ്രൈമറി സ്കൂളുമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം 1-ാം ക്ലാസ് മുതലുള്ള ആ സ്കൂളുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി, അങ്ങനെ പ്രീ പ്രൈമറിയും അതേപോലെ 1ഉം 2ഉം ക്ലാസ്സുകൾ അതൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു വിഷയം ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് ആണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു മനോഭാവം ശരിയല്ല. എന്താണ് മാതാപിതാക്കളുടെ മനോഭാവത്തിന് കുഴപ്പം? പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളല്ലാത്ത പ്രദേശങ്ങളിലെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നൽകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഈ പരിപാടിയുടെ പ്രാധാന്യത്തെപ്പറ്റി അവരെ ബോധവാന്മാരാക്കണം. നഗരപ്രദേശമല്ലാതെയുള്ള വീടൊക്കെ, അതായത് ഗ്രാമപ്രദേശങ്ങൾ, ഇടുങ്ങിയ സ്ഥലങ്ങൾ, അധികം ഒരു സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ, അപ്പോൾ അവിടെ നിന്നും ടൗണിലേക്ക് ഈ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുക, അവിടെ ചേർത്ത് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് അധികവും
ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. അതായത് അവിടെയൊക്കെ വിട്ട് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ, കുട്ടിയെ അങ്ങനെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ, കുട്ടി വീട്ടിലിരുത്തിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആ രീതിയിൽ അവർക്ക് ആ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ പ്രീ പ്രൈമറി, ഈ ചെറിയ കാലഘട്ടത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെപ്പറ്റി അവർക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ അത് ഒരു പ്രധാന പ്രശ്നമാണ്. ഈ രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ഈ മേഖലയെ പറ്റി വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ ചെറുപ്പത്തിൽ ഈ രീതിയിലുള്ള ഡേ കെയർ പോലെയുള്ള അല്ലെങ്കിൽ നഴ്സറികൾ ഇവിടെയൊക്കെ അയക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അടുത്തായിട്ട് പോവർട്ടി ഓഫ് പാരൻസ്, ദാരിദ്ര്യം. നമുക്ക് എല്ലാവരെയും കുറ്റം അങ്ങനെ പറയാൻ പറ്റില്ല. ദരിദ്രരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സ്വകാര്യ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ നഴ്സറിയൊക്കെ വിട്ട് പഠിപ്പിക്കുക, അങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് നല്ല ചിലവുള്ള കാര്യമാണ്, നല്ല പൈസ കയ്യിൽ നിന്ന് പോകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദരിദ്രരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഇത്രയും വലിയ ചിലവുകളൊക്കെ കൊടുത്ത് കുട്ടിയെ അങ്ങനെ അയച്ച് പഠിപ്പിക്കുക, അങ്ങനെ ഒരു വിദ്യാഭ്യാസം നൽകുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രോബ്ലം ഓഫ് ഫിനാൻസ്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഒരുപാട് പ്രീ പ്രൈമറി സ്കൂളുകൾ വേണം. ഇതിനൊക്കെ ധാരാളം പണം വേണം. പക്ഷേ ഈ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട്, നമുക്ക് കിട്ടുന്ന തുക കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഈ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻസിൻ്റെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ള പണം ലഭിക്കാത്തതുകൊണ്ട്, ഫിനാൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറവാണ്. ഈ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക വളരെ കുറവാണ്. അപ്പോൾ ഒരുപാട് ചിലവുള്ളൊരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ തുക കുറവായതുകൊണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ ഈ മേഖലയിൽ ഉണ്ടാവുന്നില്ല. അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അടുത്തത് 4ാമത്തെ പ്രശ്നമാണ് പ്രോബ്ലം ഓഫ് യൂണിവേഴ്സൽ പ്രൊവിഷൻ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള വ്യവസ്ഥ നിലവിൽ വളരെ പരിതാപകരമാണ്. സമ്പന്നർക്ക് മാത്രം വഹിക്കാവുന്ന നിലയിൽ ഇതിൻ്റെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഈ ഒരു വ്യവസ്ഥ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. സമ്പന്നർക്ക് മാത്രം അല്ലെങ്കിൽ നല്ല പണം കയ്യിലുള്ളവർക്ക്, പണക്കാരായവർക്ക് മാത്രം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ചിലവുകൾ വളരെ കൂടുതലാണ്. ചെറിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും ഇതിനൊക്കെ ഒരുപാട് ചിലവ്, ഒരുപാട് പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ കുട്ടികളും ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവാത്തതിൻ്റെ ഒരു ചെറിയ കാരണം എന്ന് പറയുന്നത് ചിലവ് വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ്. 5ാമത്തത് പ്രോബ്ലംസ് ഓഫ് കൺട്രോൾ. നഗരപ്രദേശങ്ങളിലെയും ചേരികളിലെയും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും വളരെ തുച്ഛമായ സൗകര്യങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നഗരപ്രദേശങ്ങളിലൊക്കെയാണ്, ചേരികളിലൊക്കെ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആധുനികവൽക്കരണം, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ സൗകര്യങ്ങൾ കുറവാണ്. തുച്ഛമായിട്ടുള്ള സൗകര്യം മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലഭിക്കുന്നുള്ളൂ, ഈ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തതായിട്ട് പ്രോബ്ലംസ് ഓഫ് കരിക്കുലം. ഒരു പാഠ്യപദ്ധതിയുടെ പ്രശ്നമാണ് എന്താ നമുക്ക് നോക്കാം. ശരിയായ പാഠ്യപദ്ധതി ഇല്ലാതെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രബോധനത്തിന് സ്ഥാനമില്ല. അത് പ്രവർത്തനാധിഷ്ഠിതവും കളിയെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കണം. എന്നാൽ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളിൽ എന്ന് വിളിക്കപ്പെടുന്നവയിൽ ഭൂരിഭാഗവും ഔപചാരിക നിർദ്ദേശത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ചെറിയ കുട്ടിയാണ്, അവന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അവന് അല്ലെങ്കിൽ അവൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതെല്ലാം മനസ്സിലായി എന്ന് പറയാനൊന്നും പറ്റില്ല. ഇവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പ്രവർത്തികൾ, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിവ് കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഭൂരിഭാഗം പ്രീ പ്രൈമറി സ്ഥാപനങ്ങളും ഈ രീതിയിലാണ്. ഔപചാരികമായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷേ അത് അധികം ചെയ്യാതെ പ്രവർത്തനം, അവർ പ്രവർത്തിച്ച് പഠിക്കട്ടെ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ആ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു പഠനത്തിനാണ് ഈ ഒരു സമയത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അടുത്ത ഇനി 7ാമത്തെ ഒരു പ്രശ്നം പ്രോബ്ലംസ് ഓഫ് സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ജീവനക്കാർക്ക് ഒരുപാട് ജീവനക്കാർ, എല്ലാവരുമല്ല, പല പ്രീ പ്രൈമറി സ്കൂളുകളും യോഗ്യതയില്ലാത്ത ജീവനക്കാരെ ഉപയോഗിച്ചാണ് നടത്തുന്നത്. അവർക്ക് വേണ്ടത്രയും യോഗ്യത ഉണ്ടോ എന്നുള്ളത് അവർ നോക്കുന്നില്ല. അപ്പോൾ യോഗ്യതയില്ലാത്ത ജീവനക്കാരെ ഉപയോഗിച്ച്, ശരിയായിട്ടുള്ള യോഗ്യതയില്ലാത്ത
ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളുണ്ട് എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇനി 8ാമത്തെ പോയിൻ്റാണ് പ്രോബ്ലം ഓഫ് ഇൻഡിക്വസി ഓഫ് സ്പേസ് ആൻഡ് എക്യുപ്മെൻറ്റ്. നിലവിലുള്ള മിക്ക സ്ഥാപനങ്ങളും തിരക്കേറിയ കെട്ടിടങ്ങളിലാണ് ഉള്ളത്, സജ്ജീകരണങ്ങൾ കുറവാണ്. അപ്പോൾ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നമുക്ക് കാണാം തിരക്കേറിയ കെട്ടിടങ്ങളിലൊരു ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇതേപോലെയുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ഇവിടെ തിരക്കേറിയ കെട്ടിടങ്ങളിലായതുകൊണ്ട് ഇവിടെ സജ്ജീകരണങ്ങൾ കുറവാണ്. വേണ്ട സാഹചര്യങ്ങളും വേണ്ട സൗകര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ കുറവാണ്. അതിൻ്റെ ഒരു കുറവ് ശരിക്കും നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ വേണ്ടി പറ്റും. അതൊരു പ്രശ്നമാണ്. കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഈ ചെറിയ സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സജ്ജീകരണങ്ങളുടെ സൗകര്യങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അപര്യാപ്തത, കുറവ് ഈ മേഖലയിൽ ശരിക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ്, അതേപോലെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി എന്താണ് ആ നയം പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും ECCE നയപ്രഖ്യാപനത്തിലെ പ്രധാന കാര്യങ്ങൾ. ദേശീയ നയം കൊച്ചുകുട്ടിയുടെ വികസനത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. പ്രത്യേകിച്ച് 1ാം തലമുറ പഠിതാക്കൾ കൂടുതലുള്ള ജനസംഖ്യയിലെ വിഭാഗത്തിലെ കുട്ടികൾ. അപ്പോൾ ഇവിടെ എന്താണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൻ വികസിക്കേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പഠിക്കുന്ന കുട്ടികൾ, അവരെ വികസിപ്പിക്കുന്നതിനെ പറ്റി, അവരുടെ മൊത്തത്തിലുള്ള ഒരു വികാസത്തെ പറ്റി പറയുന്നു. 2, ശിശു വികസനത്തിൻ്റെ സമഗ്ര സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് ECCE ഉയർന്ന മുൻഗണന നൽകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളെ വികസിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഏർലി ചൈൽഡ്ഹുഡിലെ കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണത്തിനുള്ള ഒരു പിന്തുണ ആയിട്ടും ദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ട ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ പ്രാപ്തരാക്കുന്നതിലൂടെയും ഒരു സഹായ സേവനമായും ഡേ കെയർ സെൻ്ററുകൾ വഴി നൽകും. അപ്പോൾ ഡേ കെയർ ഒക്കെ കുട്ടികളെ അവിടെ ആക്കിയ ശേഷം അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു അവസ്ഥ, ആ രീതിയിലൊരു സഹായം കൂടി മാതാപിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 3, ECCEയുടെ പ്രവർത്തനം കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും. കുട്ടിയുടെ കളിയിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവർ കളിച്ചൊക്കെയാണ് വളരേണ്ടത്. അപ്പോൾ അവരുടെ ആ രീതിയിലുള്ള കളിയിലും അവരുടെ വ്യക്തിത്വത്തിലുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കും ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് പറയുന്നുണ്ട്. 4, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും പൊതുവെ മാനവ വിഭവശേഷി വികസനത്തിനും ഒരു ഫീഡർ എന്ന നിലയിലും ശക്തിപ്പെടുത്തുന്ന ഘടകമെന്ന നിലയിലും ശിശു സംരക്ഷണത്തിൻ്റെയും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെയും പൂർണ്ണമായ സംയോജനം കൊണ്ടുവരും. ഈ ഘട്ടത്തിൻ്റെ തുടർച്ചയായി സ്വകാര്യ ആരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം, അതേപോലെ മാനവ വിഭവശേഷി വികസനം, ഇതിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി, അതായത് 1ാം ക്ലാസ് മുതലുള്ള പഠനം, അതേപോലെ മൊത്തത്തിലുള്ള ആ ഒരു വികസനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള മേഖലയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതേപോലെ സ്കൂൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.